ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊരു ഫുൾ വീഡിയോ ഇടാനുള്ള കാരണം കുറേ ദിവസമായി നമ്മൾ ഫുൾ വീഡിയോസ് ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മളുടെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റിച്ച്മോണ്ട് പാർക്ക് പോയ വീഡിയോ ആയിരുന്നു അവസാനിട്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയില്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും തട്ടിക്കൂട്ടിയ കുറച്ച് ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. കാരണം ഷിഫ്റ്റും ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. അപ്പം ഇന്നും നാളെയായിട്ട് 2 ദിവസം നമുക്ക് മുടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്താ പറയുക, ഇന്ന് ഞാൻ കഴിക്കുന്ന ഫുഡ്സ് അത് വെറും ഫുഡ്സ് അല്ല. ഇന്നൊരു ദിവസം ഫുള്ള് ഞാൻ വൈറ്റ് ഫുഡുകളാണ് കഴിക്കുന്നത്, ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് ചാലഞ്ച്. വൈറ്റ് ഫുഡ് ചാലഞ്ചാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് നോക്കാം അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ എനിറ്റു നമ്മളിതാ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ആരും എന്നെ കളിയാക്കരുത്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല വിശപ്പ് കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിക്കുക. അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടിയും ഈ ഒരു കണ്ടന്റിന് കുറച്ച് മാച്ച് ആവുന്ന ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല. ഇന്ന് ഞാൻ കാലത്ത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പുട്ട്, അതുപോലെ എന്താ അട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി പിടിക്കാമെന്ന് കേട്ടോ ഒന്ന് കാലത്ത് കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ട് കാണുമ്പോൾ നല്ല കളർ വേരിയേഷൻ തോന്നുന്നുണ്ടാവും. ഒന്ന് നല്ല പ്യോർ വൈറ്റും ഒന്നൊരു ഓഫ് വൈറ്റ് പോലെയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. ഇതിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട്, അതുപോലെ മൈദയും ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിക്കുന്നത്. കണ്ടപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ ഉണ്ടാക്കുക, അത്ര സിമ്പിളാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുക, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഞാനിത് ഉടനെ തന്നെ ഒരു ഷോർട്ടായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്താ പുറത്തിരുന്നത് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് നമ്മൾ സൂര്യൻ ഉദിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. അവിടെ നമ്മൾ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇരുന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോണേക്കാളും മുന്നേ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അലക്കാനും പിടിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പുഡിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു റോബസ്റ്റ് പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു പുഡിങ്. കുറച്ചിങ്ങനെ പഴുപ്പ് കൂടിയ ഒരു പഴമായിരുന്നു അത്. പിന്നെ ആരും അങ്ങനെ കഴിക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ കഴിക്കും. അപ്പൊ ഞാൻ റോബസ്റ്റ് പഴത്തിന്റെ ഒരു പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. എനിക്കാന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്കത് കഴിക്കാം. ഓക്കെ, യെസ്, നമ്മളെ പുഡിങ് ഒക്കെ ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പുഡിങ് നമുക്ക് എന്താ കുറച്ചും കൂടി ഇതില് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ചിങ്ങനെ ക്രഞ്ചിനെസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടം, അങ്ങനെ കടിക്കാൻ കിട്ടാനേ. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് സ്നാക്സ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ എന്താ ജലാറ്റിനോ അല്ലെങ്കിൽ ചെനാഗ്രാസോ ഒന്നും ചേർത്തില്ല കേട്ടോ. പക്ഷെ ടെക്സ്ചർ നോക്കൂ, കറക്റ്റ് നല്ല ഒരു ഫ്ലഫി ടെക്സ്ചർ ഉണ്ട് കേട്ടോ. നല്ലതാ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആകെ റോബസ്റ്റ് പഴത്തിന്റെ ഒരു സ്മെല്ല് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. മഴയൊക്കെ സെറ്റാ. അപ്പൊ ഏകദേശം സമയം ഇപ്പൊ ഒരു 12:30-12:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കേണ്ട സമയം. എനിക്ക് വലിയ വിശപ്പില്ല, കാരണം നേരത്തെ നമ്മള് ആ ഒരു പുഡിങ്ങൊക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ല. എന്നാലും നമുക്ക് ലഞ്ച് എന്താന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ലഞ്ച് ഞാൻ കഴിക്കുന്നത് കാട്ടിത്തരാം കേട്ടോ. നമ്മളുടെ ലഞ്ച് യോഗേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ. ഈ ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്റെ മാത്രം റെസിപ്പിയാണ്, ഞാൻ കണ്ടെത്തിയ റെസിപ്പിയാണ് കേട്ടോ. ഇത് കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി നന്നായി അരച്ചിട്ട്, നന്നായി വേവിച്ച് അത് അരച്ച്, അതും കുറച്ച് വെള്ളക്കാന്താരിയില്ലേ അതും കൂടി അരച്ച് കുറച്ച് ഉപ്പും കൂടി തേച്ച് വറുത്തെടുത്തു കേട്ടോ. സത്യം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വിചാരിച്ചൊരു വിയേർഡ് കോമ്പിനേഷൻ ആയി പോകുമെന്ന് വിചാരിച്ചു ആ ഒരു മിക്സിങ്. പക്ഷേ കണ്ണൻ കഴിച്ചു, വീട് കണ്ണൻ ഇഷ്ടമായി, ഞാൻ കഴിച്ചു, എനിക്കും ഇഷ്ടമായി കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് സാധാ ഒരു പുലാവ് ഉണ്ട്. രണ്ടരയൊക്കെ ആയപ്പോൾ ജാബോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കണ്ണനും ജാബോ ചേട്ടനും മെഗ്ഡിക്ക് പോയി. ഞാനൊരു വാനില ഷേക്ക്, അതുപോലെ തന്നെ ഒരു വാനിലയുടെ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. നമ്മളിതാ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ് കുടിക്കാൻ പോണത് ടോണിക് വാട്ടറാണ് കേട്ടോ. ഇപ്പൊ
ഇതാ അടുത്ത് ഞാൻ ഉണ്ടാക്കിയൊരു വൈറ്റ് സോസ് ന്യൂഡിൽസ് ആണ് കേട്ടോ. എപ്പോഴും വൈറ്റ് സോസ് പാസ്ത ഒക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഞാനൊരു വൈറ്റ് സോസ് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിക്കാം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സക്സസ് ആയിട്ട് നമ്മുടെ ആ ഒരു ചാലഞ്ച് പൂർത്തിയാക്കി. കാരണം മോർണിംഗ് ടു ഇത്ര നേരമായിട്ട് നമ്മൾ വൈറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാക്സിമം കഴിക്കാൻ ശ്രമിച്ചു. അറ്റ് ലാസ്റ്റ് നമ്മളിതാ നമ്മളുടെ ഈ ഒരു റൈസ് പുഡിങ്ങും കൂടിയും കഴിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു വൈറ്റ് ഫുഡ് ചാലഞ്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു കളറായിട്ട് പുതിയൊരു ചാലഞ്ചായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനിയിപ്പോ അതല്ല, ഞാനായിട്ട് കണ്ടുപിടിക്കുന്നേക്കാളും നല്ലത് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കളർ ഫുഡ് ഞാൻ കഴിച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോ കമന്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്. അതിനു മുന്നേ ഞാൻ അതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബായ്.